സദ്ഗുരുവേ ശരണം. അപ്പോഴേ നമുക്ക് ഇംഗ്ലീഷുകാരെ പോലെ കുറച്ച് ഇംഗ്ലീഷ് സംസാരിച്ചാലോ? അപ്പൊ അതിനെന്താ വേണ്ടത്? നാച്ചുറലി അവർ പറയുന്ന ഡയലോഗ്സ് നമ്മൾ പഠിക്കണം. അപ്പൊ അത് എവിടെ നിന്ന് പഠിക്കും? അത് നമുക്ക് ഇംഗ്ലീഷ് ഫിലിംസ് നിന്ന് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 100 സൂപ്പർ ഫിലിമി ഡയലോഗ്സും ആയിട്ടാണ്. ഇതെല്ലാം അങ്ങ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഡോണ്ട് ബോദർ അബൌട്ട് ഗ്രാമർ ഓർ സെന്റൻസ് സ്ട്രക്ചേഴ്സ്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് ജസ്റ്റ് ബൈ ഹാർഡ് ഇറ്റ്, പ്രാക്ടീസ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്. 100 ഡയലോഗ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്വിക്ക് ആയിട്ട് പഠിച്ചങ്ങ് പോവാം. അപ്പൊ എല്ലാവരും റെഡിയല്ലേ ഇംഗ്ലീഷുകാരെ പോലെ സംസാരിക്കാൻ? എന്നാ ദാ പിടിച്ചോളൂ. ഐ എം ലീവിങ്, ഐ വിൽ ടെക്സ്റ്റ് യു ലേറ്റർ. ദാ ഞാൻ പോവുകയാണ്, ഞാൻ നിനക്ക് പിന്നീട് മെസ്സേജ് അയക്കാം. യു ആർ ജസ്റ്റ് പാരനോയിഡ്. എന്താണ് പാരനോയിഡ് എന്ന് പറഞ്ഞാൽ? ഫൂളിഷ്ലി ആങ്ഷ്യസ്. ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആൾക്കാരില്ലേ, ചില ആവശ്യമില്ലാത്ത ടെൻഷൻ. അപ്പൊ പറയുന്ന ഒരു സെന്റൻസ് ആണ്, വി ഹാവ് ടു ഗെറ്റ് ക്രാക്കിംഗ് അറ്റ് അവർ ഹോംവർക്ക്. ക്രാക്കിംഗ് അറ്റ് എന്ന് പറഞ്ഞാൽ, ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പൊട്ടിത്തെറിക്കുക എന്നാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പൊ കായൊക്കെ കണ്ടില്ല, ഉണങ്ങിയ കായകളൊക്കെ ഇങ്ങനെ ക്രാക്ക് ചെയ്യും. അപ്പൊ അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണിത്. അപ്പൊ ഹോംവർക്ക് പെട്ടെന്ന് തീർക്കാം. ക്വിക്ക് ആൻഡ് ഫാസ്റ്റർ. സ്പീക്ക് ഫോർ യുവർ സെൽഫ്. നിനക്ക് പറയാനുള്ളത് നീ തന്നെ പറയണം. ലെറ്റ് മീ ഗെറ്റ് ദ ഹാങ് ഓഫ് ദിസ്. ഈ കാര്യം ചെയ്യുന്നതിന്റെ ആ നാക്ക് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ എന്നാണ്. ഐ കുഡന്റ് ഹാവ് പിക്ഡ് എ നൈസർ സ്പോട്ട്. ഇതിൽ നല്ലൊരു സ്ഥലം എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞു, അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരോട് പറയാണ്, ഐ കുഡന്റ് ഹാവ് പിക്ഡ് എ നൈസർ സ്പോട്ട്. ഇതിലും നല്ല സ്ഥലം എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ദ സെയിം വിതൗട്ട് യു ദോ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയി എൻജോയ് ചെയ്തു, പക്ഷെ നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയല്ല, കുറച്ചും കൂടെ നന്നായേനെ എന്ന് പറയാനാണ് ഈ സെന്റൻസ്. ഐ വിൽ ഹാവ് ഇറ്റ് സെൻഡ് ടു യുവർ റൂം. അത് ഞാൻ റൂമിലേക്ക് കൊടുത്ത് അയച്ചേക്കാം. ഐ ഹാവ് ടു ടേൺ ദിസ് ഇൻ ടുമോറോ ഓർ ഐ കാൺ ഗോ. അല്ലേ, ഞാൻ നാളെ സബ്മിറ്റ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. ആ ഫോം ഞാൻ ഫില്ല് ചെയ്ത് തന്നില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല അല്ലേ എന്ന്. ഐ ആം ബറീഡ് അണ്ടർ എ പൈൽ ഓഫ് റെസീറ്റ്സ്. ഞാൻ കുറേ റെസീറ്റുകളുടെ കൂമ്പാരത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെ മുങ്ങിപ്പോയിരിക്കുകയാണ്. ബറീഡ് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, തല പൊക്കാൻ പറ്റാത്ത അത്ര ജോലിയാണെന്ന്. അവിടെ തല പൊക്കലും ജോലിയായിട്ട് ഒന്നും ഒരു ബന്ധമില്ല, പക്ഷെ നമ്മൾ അതിലിങ്ങനെ മുങ്ങിപ്പോയി, ജോലിയിൽ അങ്ങ് മുഴുകിപ്പോയി എന്നാണ്. ഹീ ഈസ് പ്ലേയിങ് അഗെയിൻ ആഫ്റ്റർ എ 6 week ലേ ഓഫ്. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്നാണ്. 6 ആഴ്ചത്തെ റെസ്റ്റിന് ശേഷം അവൻ വീണ്ടും കളിക്കുകയാണ്. ഇവിടെ 6 weeks എന്ന് നമ്മൾ പറയില്ല കേട്ടോ, കാരണം ഇത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ലേ ഓഫ്, റെസ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് ഇവിടെ. അപ്പോൾ 6 week ലേ ഓഫ് എന്ന് തന്നെ പറയണം. ഹേ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ചെക്ക് ഇഫ് യു ഹാവ് ഹാഡ് എ ചാൻസ് ടു ലുക്ക് ഇൻ ടു മൈ ഇഷ്യൂ യെറ്റ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ, പക്ഷെ സംഭവം ഇതാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഞാനൊന്ന് കയറി നോക്കട്ടെ, എൻ്റെ ആ കാര്യം എന്തായി എന്ന് നോക്കട്ടെ എന്ന് നമ്മുടെ കൂടെയുള്ളവരോട് പറഞ്ഞിട്ട് നമ്മളൊരു ഓഫീസിനകത്ത് ചെല്ലുന്നു. ചെന്നിട്ട് അയാളോട് ഞാൻ പറയണം, ഞാൻ വെറുതെ വന്നതാണ്, എൻ്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് എങ്ങാനും ഒരു ചാൻസ് കിട്ടിയോ അല്ലെങ്കിൽ ഒരു ടൈം കിട്ടിയോ എന്നറിയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണെന്നാണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോറി ടു ബഗ് യു അഗെയിൻ. അപ്പൊ കൂടെ പറയാം, ഞാൻ വീണ്ടും ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ഇവിടെ ബഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ശല്യപ്പെടില്ല, നിരന്തരം ശല്യപ്പെടുത്തുന്നതിനാണ് ബഗ്ഗിങ് എന്ന് പറയുന്നത്. എനിത്തിങ് എൽസ് യു വുഡ് റാദർ ബി ഡൂയിങ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കൊരാളെ വിളിക്കണം, അപ്പൊ നമ്മളൊന്ന് പൊളൈറ്റ് ആയിട്ട് ചോദിക്കും, വേറെ എന്തെങ്കിലും തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ദാറ്റ് മൈറ്റ് നോട്ട് പാൻ ഔട്ട്. അത് വർക്ക്ഔട്ട് ആവണം എന്നില്ല നമ്മൾ വിചാരിച്ച പോലെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി ഈസ് ഹാപ്പി വിത്ത് ദ വേ ദ ഡീൽ പാൻഡ് ഔട്ട്. ആ ഡീൽ, ആ ഒരു അവരുടെ ഒരു തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, അത് എന്തായാലും ശരിയായതിൽ അവൻ വളരെ ഹാപ്പിയാണ്. ദ സോങ് ഇസ് റിയലി ഗ്രോയിങ് ഓൺ മീ. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ചില പാട്ടൊക്കെ വരുമ്പോൾ അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് നമ്മൾ ഇഷ്ടം കൂടി വരും. അതാണ് അർത്ഥം. വൈ ഡോണ്ട് ബി ജസ്റ്റ് പ്ലേ ഇറ്റ് ബൈ ഇയർ എന്ന് പറഞ്ഞാൽ ചെവിയും പ്ലേയും തമ്മിലൊന്നും ഒരു ബന്ധമില്ല. നമുക്കൊന്നും പ്ലാൻ ചെയ്യേണ്ട, ആ വരുന്നത് പോലെ ചെയ്യാം. എന്താണോ സാഹചര്യം അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നാണ്. പ്ലേ ഇറ്റ് ബൈ ഇയർ എന്നവർ ഇങ്ങനെ ഒരു ഇഡിയം ഉണ്ടായതിന്റെ കാരണം ചിലപ്പം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആര് പറയുന്നു ആ സജഷൻ അനുസരിച്ച് അങ്ങ് പോട്ടെ എന്ന് ഉദ്ദേശിച്ചായിരിക്കാം. അപ്പം ഇങ്ങനെയാണ് ഈ ശൈലികൾ രൂപപ്പെടുന്നത് ഓരോ നാട്ടിലും. You were just scared that it wouldn't be the same as before you broke your leg. ഒരു ഹോക്കി പ്ലെയർ ഇഞ്ചുറി പറ്റി, അപ്പോൾ തിരിച്ച് ഇനി ആ ടീമിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല, നിനക്ക് ഓക്കെ ആണ്, നീ വെറുതെ പേടിക്കുകയാണ് എന്ന് കൂട്ടുകാരൻ പറയുന്ന ഒരു സെന്റൻസ് ആണിത്.
It was my sister's birthday. I was treating her to a trip to Paris. എൻ്റെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് പാരീസിലേക്കുള്ള ഒരു ടിക്കറ്റാണ്. Certainly overdue എന്ന് പറഞ്ഞാൽ വളരെ ലേറ്റ് ആയെന്ന്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അടയ്ക്കാനുള്ള പൈസയൊന്നും അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയില്ലേ overdue ആണ്. She started to jabber on her cat's latest naughty incidents. Jabber on എന്ന് വെച്ചാൽ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കില്ലേ, അതിനാണ് ജാബർ ഓൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, അവളുടെ പൂച്ചയുടെ വികൃതികളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്ന്. ഡോണ്ട് ജാബർ ഓൺ ലൈക്ക് ദിസ്. ദാറ്റ്സ് വാട്ട് ഐ കോൾ എ വൺ സൈഡഡ് പെർസ്യൂട്ട്. എന്ന് വെച്ചാൽ രണ്ടുപേരുണ്ടാവും, പക്ഷെ അതിൽ ഒരാളായിരിക്കും കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് പറയുന്നത് വൺ സൈഡഡ് പെർസ്യൂട്ട്. ഒരാൾ മാത്രമേ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ, മറ്റേ ആള് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ കുഡ് ബി റിസ്കിങ് ദ സെയിം തിങ്. ഇനി ഞാൻ വീണ്ടും ഇതേ പ്രശ്നം തന്നെ ഞാൻ ഇനിയും ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഐ ആസ് ദ കോൺസിയേർജ് അറ്റ് ദ ഹോട്ടൽ. കോൺസിയേർജ് എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടൽസിലും റിസോർട്ട്സിലും ഒക്കെ ഉള്ള ഈ കീ ഒക്കെ സൂക്ഷിക്കുന്ന ആളെയാണ് കോൺസിയേർജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയ റിസോർട്ടിലൊക്കെ ഇങ്ങനെയുള്ളവരുണ്ടാവും. അവർ ഒരുപാട് ഹെൽപ്പ് അവിടെയുള്ള ഗസ്റ്റിന് കൊടുക്കും. അപ്പം താക്കോലൊക്കെ നമ്മൾ ഇയാളുടെ അടുത്താണ് ചോദിക്കും. ഐ ഫെൽ അറ്റ് സം റോക്സ് ആൻഡ് മൈ നീ ഈസ് ഓൾ ബ്രൂസ്ഡ് ആൻഡ് സോർ. ബ്രൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്തെങ്കിലും പരിക്ക് പറ്റില്ലേ, മുറിവൊക്കെ പറ്റുന്നതിനാണ് ബ്രൂസ്ഡ് എന്ന് പറയുന്നത്. സോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന, പെട്ടെന്ന് തന്നെ നീരും ഒക്കെ ആയി വേദനിക്കുന്നു. ഞാൻ അവിടെ ഒരു പാറയിൽ തട്ടി വീണു, എൻ്റെ മുട്ട് മുറിഞ്ഞു, ഇപ്പോൾ നീരും വേദനയൊക്കെ ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബാക്കി വന്ന ഭക്ഷണമൊക്കെ ചേർത്ത് നമ്മളൊരു പുതിയ ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഷീ കൺകോട്ടഡ് എ ന്യൂ ഡിഷ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഡിഷ് അവൾ പെട്ടെന്ന് എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കി. അതുപോലെ ഭാവനയിലെ ഓരോ കാര്യങ്ങൾ ചിലർ ചുമ്മാ ഉണ്ടാക്കി പറയില്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഡോണ്ട് കൺകോട്ട് സ്റ്റോറീസ് മോർ ദാൻ യു കുഡ് ഡു എ മന്ത് അഗോ. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ച് നല്ല പ്രോഗ്രസ് ഉണ്ട്. ശരിക്കും ഒരു മാസം മുമ്പ് നിനക്ക് പറയാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നീ ഇപ്പോൾ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറയുന്ന സെന്റൻസ് ആണിത്. ദേ ഹാഡ് സം ഫോളിങ് ഔട്ട്. അവർ തമ്മിൽ എന്തോ ചെറിയ വഴക്കുണ്ടായി. ഫോളിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കോറൽ, ഡിസഗ്രിമെന്റ്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് എരച്ചു കയറി വരില്ലേ പോലീസുകാരൊക്കെ, അപ്പൊ അതിന് പറയുന്നത് എന്താ, ദ പോലീസ് സ്വൂപ്ഡ് ഇൻ ടു ഹിസ് ഓഫീസ്. സ്വൂപ്ഡ്, സർപ്രൈസ് സെർച്ച് എന്നാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മൾ പുറകിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോർ എവറി സെക്കൻഡ് വി ആർ ഫോളിങ് ഫർദർ ബിഹൈൻഡ്. സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും അത് സ്ഥിരമായി കൊള്ളണമെന്നില്ല, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്സ് ആർ ഫിക്കിൾ ആൻഡ് ഫ്ലീറ്റിംഗ്. ഞാൻ വിചാരിച്ച അത്ര മോശമല്ല കേട്ടോ അത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ, ദാറ്റ്സ് നോട്ട് ഹാഫ് ബാഡ്, ദാറ്റ് മീൻസ് സർപ്രൈസിംഗ്ലി ഗുഡ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര നല്ലതാവുമെന്ന്. എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തൂ. സ്റ്റോപ്പ് ഗ്രില്ലിങ് മീ. ഇപ്പൊ അമ്മമാര് പറയില്ലേ, നീ അനിയത്തിയെ വെറുതെ വിട, അവള് ചുമ്മാതെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയില്ലേ ചേട്ടന്മാരുടെ അടുത്ത്. ലേ ഓഫ് യുവർ സിസ്റ്റർ, ലേ ഓഫ് യുവർ സിസ്റ്റർ. അവളെ വെറുതെ വിടൂ. ജസ്റ്റ് സ്റ്റോപ്പ് ബോദറിങ്. അവളെ ശല്യപ്പെടുത്താതെ എന്ന്. ഏത് വേണം എന്ന് നമ്മളോട് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതൊന്ന് നോക്കട്ടെ, ഓപ്ഷൻസ് ഒക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഐ വോണ്ട് ടു weigh various options. തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് നോക്കട്ടെ, ഇതിൽ ഏത് വേണം എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ എല്ലാവരും ഈ കാര്യത്തിൽ ഒരഭിപ്രായമാണല്ലോ എന്നെങ്ങനെ പറയും? സോ വി ആർ ഓൾ ഓൺ ദ സെയിം പേജ്. ഓൺ ദ സെയിം പേജ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എഗ്രി ചെയ്യുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഇത് എന്തൊരു തർക്കമായിരുന്നു. യു ഗൈസ് വോർ അറ്റ് ഈച്ച് അതേഴ്സ് ത്രോട്ട്. ഇപ്പൊ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ അതിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ഓർണമെന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ പറയാ ഇത് അകത്തേക്ക് ഇടും, കുറച്ചും കൂടെ ആ ബ്രാഞ്ചിന്റെ അകത്തേക്ക് ഇട്ട് നോക്കൂ. ട്രൈ ഡീപ്പർ ഇൻ. ഈ പോപ്കോൺ ഞാൻ കഴിച്ചോട്ടെ, എനിക്ക് ഈ പോപ്കോൺ കഴിക്കാമോ? ക്യാൻ ഐ ഈറ്റ് ദിസ് പോപ്കോൺ? ഷുവർ. നോക്ക് യുവർ സെൽഫ് ഔട്ട്. നോക്ക് യുവർ സെൽഫ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പിന്നെന്താ, വെട്ടിയടിച്ചോ എന്ന് പറയില്ലേ? എന്നുവെച്ചാൽ അങ്ങ് കഴിച്ചോളാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു ഇഡിയം എന്താ അറിയോ? നോക്ക് യുവർ സെൽഫ് ഔട്ട്. പിന്നെന്താ, നോക്ക് യുവർ സെൽഫ് ഔട്ട്. അവൻ ഒക്കെ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഹി ഈസ് ബസ്റ്റ്. ഇപ്പൊ തലയണയൊക്കെ നമ്മളിങ്ങനെ ഊതി വീർപ്പിക്കില്ലേ, അതിനെന്താ പറയാ? ഐ ഫ്ലഫ്ഡ് അപ്പ് ദ പില്ലോസ്. നമുക്ക് നല്ല മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ തോന്നുന്ന ഒരു കാലാവസ്ഥയില്ലേ, അതിനെന്താ പറയുന്നറിയോ? കഡ്ലിംഗ് വെതർ. അപ്പൊ നമുക്ക് പറയാം, ഇറ്റ്സ് കഡ്ലിംഗ് വെതർ, ഐ വോണ്ട് ടു സ്റ്റേ ഇൻഡോഴ്സ്. എനിക്ക് വീട്ടിനകത്തിരിക്കാനാ തോന്നുന്നു, എനിക്ക് പുറത്ത് വരാനേ ഇഷ്ടമല്ല. ഇനി നമുക്കൊന്നും പറഞ്ഞത് എന്താ, ഒന്നുമേ മനസ്സിലാവുന്നില്ല. അപ്പൊ എന്ത് പറയുന്നറിയോ? ഇറ്റ്സ് ഗ്രീക്ക് ടു മീ. അതെനിക്ക് ഗ്രീക്കാണ്, അതായത് ഗ്രീക്ക് അറിഞ്ഞൂടല്ലോ, നമുക്ക് അറിയാത്തൊരു ഭാഷയാണ്. അപ്പോൾ അതിനാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഇറ്റ്സ് ഗ്രീക്ക് ടു മീ സിംപ്ലി മീൻസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ചിലപ്പോൾ നമുക്ക് വാശിക്ക് തോന്നും, ഇവനെ കേസ് കൊടുത്ത് ഇവനെ കൊടുക്കണമെന്ന്, ഇല്ലേ? Do you want me to slap a lawsuit on him? Slap a lawsuit. Slap എന്ന് പറഞ്ഞാൽ ഒറ്റ അടി എന്നാണ്. അവനെതിരെ ഞാനൊരു കേസ് കൊടുക്കട്ടെ,
കാണണം. നിന്നെ നേരിട്ട് കാണാനാണ് കുറച്ചുകൂടെ നല്ലത്. എന്നെങ്ങനെ പറയും? യു ആർ ഈവൻ ബെറ്റർ ലുക്കിംഗ് ഇൻ പേഴ്സൺ. എനിക്കറിയായിരുന്നു അത് നീ ആയിരുന്നെന്ന്. ഐ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് യു. വരൂ, ഞാൻ ഇവിടെയൊക്കെ നിന്നെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് പേരെയൊക്കെ നമുക്കൊന്ന് കാണാം. ലെറ്റ് മീ ഷോ യു അറൌണ്ട് ആൻഡ് മീറ്റ് സം ഓഫ് ദ പീപ്പിൾ. അതൊന്ന് കുറച്ചൊന്ന് കുറയ്ക്കാമോ? ടേൺ ഇറ്റ് ഡൗൺ എ ലിറ്റിൽ. ചിലപ്പോൾ ഫാനിന്റെ സ്പീഡായിരിക്കും, ചിലപ്പോൾ വോളിയം ആയിരിക്കും. ടേൺ ഇറ്റ് ഡൗൺ. തണുപ്പ് രാജ്യങ്ങളിലൊക്കെ പുറത്ത് രാത്രിയാവുമ്പോൾ തീയൊക്കെ കൂട്ടി ആൾക്കാരിങ്ങനെ സ്പെൻഡ് ചെയ്യും ടൈം. അപ്പോൾ അതിന് കമ്മിങ് ടു ദ ബോൺഫയർ ടുനൈറ്റ്. ഇന്ന് രാത്രി നീ ബോൺഫയറിന് വരുന്നോ? കുറെ നേരം എന്നെ കാറിൽ ഇരുത്തല്ലേ കേട്ടോ. ഡോണ്ട് ലീവ് മീ ലോങ് ഇൻ ദ കാർ. ഇപ്പൊ ഡിന്നർ സമയത്ത് എല്ലാവരും ഫോൺ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പറയുന്ന ഒരു സെന്റൻസ് ആണ്, ക്യാൻ ഡിന്നർ ബി എ സ്ക്രീൻ ഫ്രീ സോൺ ലൈക്ക് ഇൻ ദി ഓൾഡൻ ഡേയ്സ്. പണ്ട് കാലത്തെ പോലെ ഈ സ്ക്രീൻ ഫ്രീ സോൺ ആക്കാമോ നമ്മുടെ ഡിന്നറിന്റെ ഒരു ടൈം? കഴിക്കുമ്പോൾ ഫോൺ നോക്കല്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്ര ഫോളോവേഴ്സ് ആയാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് എന്ന് എല്ലാവരും പറയും. ഹൗ മെനി ഫോളോവേഴ്സ് ഇസ് എ ലോട്ട് ഓഫ് ഫോളോവേഴ്സ് ഇൻ ഇൻസ്റ്റഗ്രാം. നീ എന്തോ വലിയ സംഭവമാണെന്നുള്ള നിന്റെ ഈ വിചാരം നീ അങ്ങ് കളയണം. യു ഗെറ്റ് ഓവർ യുവർ സെൽഫ്. എത്ര സിമ്പിളായിട്ട് അവർ പറയുന്നത് അല്ലേ? ഗെറ്റ് ഓവർ യുവർ സെൽഫ്. ഇപ്പൊ ക്രിസ്മസ് ടൈമിൽ ഷോപ്പിങ്ങിന് കയറിയിരിക്കാം. അപ്പോൾ മക്കളോട് പറയാണ്, കടയിലൊക്കെ കയറുമ്പോൾ വളരെ സൂക്ഷിച്ച് നല്ല ബിഹേവ് ചെയ്ത് പോണം കേട്ടോ. എൻറ്റർ ദ ഷോപ്പ് ഇൻ എ നൈസ് ഓർഡർലി ഫാഷൻ. അപ്പൊ കടയുടെ അകത്ത് കയറിയപ്പോൾ അവരോട് ചോദിച്ച സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ അവർ പറയാണ്, ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഒക്കെ തീർന്നു. ഓൾ ദ സ്റ്റോക്ക് വി ഹാവ് ഇസ് ഔട്ട് ഹിയർ. കുറച്ച് ഉറങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ക്യാൻ ക്യാച്ച് അപ്പ് സം സ്ലീപ്പ്. ഇപ്പൊ കടയിലൊക്കെ പോകുമ്പോൾ സാധാരണ കുട്ടികളെ പെട്ടെന്ന് കാണാതാവും. കാരണം അവർ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി നമ്മളിങ്ങനെ അന്തം വിട്ട് ഓടി നടക്കില്ലേ, അങ്ങനെ ഒരു കാര്യമാണ്. ഐ ഹാഡ് എ ഫ്യൂ ഹാർട്ട് സ്റ്റോപ്പിംഗ് മൊമെന്റ്സ് ലൂസിങ് ഹർ അറ്റ് സ്റ്റോഴ്സ്. ഈ സ്റ്റോറുകളിൽ പോകുമ്പോൾ അവളെ കാണാതായി ഞാൻ പേടിച്ച് എൻ്റെ ഹൃദയം നിന്നു പോയിട്ടുണ്ട്. ഹാർട്ട് സ്റ്റോപ്പിംഗ് മൊമെന്റ്സ്. അമ്മമാർ ചോദിക്കും, നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? അപ്പൊ മക്കള് പറയും, മോം വി ഹാവൻറ്റ് ഈവൻ ഫുള്ളി ഡൈജസ്റ്റഡ്. ഇതുവരെ കഴിച്ചത് തന്നെ ദഹിച്ചിട്ടില്ല. നമ്മൾ ഒരാളുടെ അടുത്ത് പറയാണ്, ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കണം. എന്നിട്ട് കൊടുത്തതിന് ശേഷം അയാൾ വരുമ്പോൾ ചോദിക്കും, അത് കിട്ടിയപ്പോൾ അവൾ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നോ എന്നെങ്ങനെ ചോദിക്കും. ഹൗ എക്സൈറ്റഡ് വാസ് ഷീ? ഇനി ചില ഓഫീസിൽ ചെല്ലുമ്പോൾ അവരൊരു ഫോം എടുത്ത് തന്നിട്ട് പറയും, ഫില്ല് ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, ആ ഫോമൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തല്ലോ, ഞങ്ങൾക്കപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഡിഡ് യു ഫിൽ അപ്പ് ദ ഫോംസ് സോ വി കുഡ് റീച്ച് യു? വി കുഡ് റീച്ച് യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. ചില സന്ദർഭങ്ങളിൽ നമ്മളെ ചിലർ ക്ഷണിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. ഇന്ന് രാത്രി ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പറ്റില്ല, നമുക്ക് വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അപ്പോൾ നമ്മൾ തമ്മിൽ പറയാണ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതങ്ങ് ഒഴിവാക്കാം ഇപ്രാവശ്യത്തെ കാര്യം. ഐ ഗസ് വി പാസ് ഓൺ ടു നൈറ്റ്. പാസ് ഓൺ എന്ന് പറഞ്ഞാൽ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവിറ്റേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് പാസ് ഓൺ ടു നൈറ്റ്. ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ പോകുന്നു? ഹൗ ഈസ് യുവർ ഡേ ഡൂയിങ്? ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ അതിനകത്ത് ഒരു പ്രാന്ത് പിടിച്ച പോലെ മുഴുകുന്നില്ലേ? അപ്പൊ പറയുന്നത്, ഐ വാസ് ഒബ്സസ്ഡ് ഫോർ ഡ്വെല്ലിംഗ് ഓൺ ദിസ് സോ ലോങ്. ഡ്വെല്ലിംഗ് ഓൺ ദിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ ഒബ്സഷൻ ആയിപ്പോയി. എനിക്ക് അതിലങ്ങ് പ്രാന്ത് പിടിച്ച പോലെ ഞാൻ അതിനോട് അട്രാക്റ്റഡ് ആയി അങ്ങ് പെട്ടുപോയെന്ന്. അപ്പൊ നമ്മളെല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ് അല്ലേ? വി ആർ ഓൺ ദ സെയിം പേജ്, ആർ ഇൻ വി? ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ചെക്കപ്പ് അറ്റ് ദ ഡോക്ടർ? എൻ്റെ ബ്രേസ്ലെറ്റ് പോയി. മൈ ബ്രേസ്ലെറ്റ് ഇസ് ഗോൺ. അത് എപ്പോഴാണ് നിന്റെ കയ്യിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത്? വെൻ ഡിഡ് യു ഹാവ് ഇറ്റ് ഓൺ ലാസ്റ്റ്? അവൾ ആകെ വിഷമിച്ചിരിക്കുക ആ കാര്യം കാരണം. ഷീ സീംഡ് ഡൗൺ അബൌട്ട് ഇറ്റ്. എനിക്ക് അവരുടെ കാര്യങ്ങളൊന്നും ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു പ്രൈ എന്ന് പറഞ്ഞാൽ സീക്രട്ട്ലി മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതിനാണ് പ്രൈ എന്ന് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, നീ എങ്ങനെയാ എൻ്റെ കൂടെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്? ഐ ഡോണ്ട് നോ ഹൗ യു പുട്ട് അപ്പ് വിത്ത് മീ സംടൈംസ്. പുട്ട് അപ്പ് വിത്ത് മീ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ മാനേജ് ചെയ്ത് യോജിച്ച് പോവുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ചില സമയത്ത് ഞാൻ ഭയങ്കര ശല്യക്കാരിയാണ്. ഐ ക്യാൻ ബി സോ അനോയിങ് സംടൈംസ്. ഇതിലേ അങ്ങ് പൊക്കോളൂ, പ്ലീസ് വാക്ക് ത്രൂ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ എന്ന് നമ്മൾ പറയാറില്ലേ, പുട്ടിങ് ഓൾ ദാറ്റ് ഇൻ ടു പെർസ്പെക്റ്റീവ്. ഇപ്പൊ ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ പറയേണ്ട സെന്റൻസ് ഇതാണ്. പെട്ടെന്നൊരു തീരുമാനം എടുക്കല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ പറയേണ്ട ഒരു സെന്റൻസ് ആണിത്. ലെറ്റ് മീ പുട്ട് ഓൾ തിങ്സ് ഇൻ ടു പെർസ്പെക്റ്റീവ്. ഞാനൊന്ന് എല്ലാ കാര്യങ്ങളും നോക്കട്ടെ. ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ തൊടയിൽ പരിക്ക് പറ്റി. അപ്പോൾ ആ തൊടയിൽ ഉണ്ടായ പരിക്കിന് ശേഷം ആ കളി ഉപേക്ഷിക്കേണ്ടി വന്നു. ആഫ്റ്റർ പിക്കിംഗ് അപ്പ് എ thigh injury,
the football player had to leave the game. ഇപ്പൊ പിക്കിംഗ് അപ്പ് തൈ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ തൈ ഇഞ്ചുറി ഉണ്ടായപ്പോൾ അതിന് പറയുന്നത് പിക്കിംഗ് അപ്പ് എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ശൈലികളാണ്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കറക്റ്റ് മീനിങ് ആയിരിക്കില്ല, അതിൽ വേറൊരു മീനിങ് അവർ ഉപയോഗിച്ച് ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അപ്പൊ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല ശൈലികളിൽ നമ്മൾ പറയുമ്പോൾ ഉണ്ടാവുന്നത്, അത് വേറെ എന്തെങ്കിലും അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് ട്രിക്കി ആണെന്ന് പറയുന്നത്. അത് നമുക്ക് ഡിക്ഷണറി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ആ വേർഡ് മീനിങ് വെച്ച് കാര്യം പിടികിട്ടില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര സീരിയസ് ആണ്, ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ പറയില്ലേ മുഖം കറുപ്പിച്ച് എല്ലാവരും കൂടെ അങ്ങനെ ഇരിപ്പുണ്ട്. ദ മൂഡ് ഹിയർ ഇസ് വെരി സോംബർ. പൊള്ളയായ വാക്കുകളും ശുഷ്കിച്ച പ്രവൃത്തിയും എന്ന് നമ്മൾ പറയില്ലേ. ഹോളോ വേർഡ്സ് അക്കമ്പനീഡ് ബൈ ഫീബിൾ ആക്ഷൻസ്. ഹി ടോക്സ് ദ ടോക്ക് ബട്ട് ഡസൻറ്റ് വാക്ക് ദ വാക്ക്. അവൻ ഭയങ്കര വാചകടിയാണ്, കാര്യം വരുമ്പോൾ ഒന്നും ചെയ്യില്ല, പറഞ്ഞതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഡസൻറ്റ് ഹോൾഡ് എനി വാട്ടർ. ഇതൊരു ശൈലിയാണ്, ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതായിരിക്കും അത് വെറും ഒരു കാലിക്കുപ്പിയ, അതിനകത്ത് വെള്ളമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല, ചുമ്മാ പറയുന്നതാണെന്ന്. ഓക്കെ, നിന്ന് തിരിയാൻ നേരമില്ല, അത്രയ്ക്ക് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. വി ഹാവ് തിക്ക് ഓഫ് തിങ്സ് ടു ഡു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ഇങ്ങനെ തിരക്കിലായിട്ടിരിക്കില്ലേ. ഐ എൻജോയ് ബീയിങ് ഇൻ ദ തിക്ക് ഓഫ് തിങ്സ്. ആ കാര്യങ്ങളൊക്കെ അവൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഹീ വിൽ വാക്ക് യു ത്രൂ ദ പ്രൊസീജിയർ. വാക്ക് യു ത്രൂ എന്ന് പറഞ്ഞാൽ നമ്മളെ നടത്തുമെന്നല്ല, ഗൈഡ് ചെയ്യുമെന്നാണ്. ബട്ട് നമുക്ക് അത് ഊഹിച്ചെടുത്താൽ നമുക്ക് ആ വാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് നടന്നു പോകാൻ പറ്റൂ. അപ്പൊ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ ഒരു ഇഡിയം ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ നടക്കുക എന്നുള്ള ലിറ്ററൽ മീനിങ് അല്ല. ഞങ്ങൾ ഒരേ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ വേണം. ഓൾ വി ആസ്ക് ഇസ് ദാറ്റ് ദർ ബി എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. ഇപ്പൊ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ കുന്നും കുഴിയായിട്ടിരിക്കാൻ പറ്റും, നല്ല ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണ്ടേ, എന്നാലല്ലേ ആ കളി നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാവർക്കും ഓടി കളിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു മീനിങ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വേണം. അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമോ, അതെങ്ങനെ പറ്റും? ദർ ഇസ് നോ വൺ സൈസ് ഫിറ്റ് ഓൾ സൊല്യൂഷൻസ്. ഒരു സൈസ് എല്ലാവർക്കും ഫിറ്റ് ആവുമോ? അങ്ങനെ പറ്റില്ല, പല പ്രശ്നങ്ങളാണ്, അതിന് പല പല സൊല്യൂഷൻസ് വേണം. പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ അത് എതിർക്കും. I'll fight tooth and nail. എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയില്ലേ, അവളെ കണ്ടപ്പോ കണ്ണ് തള്ളിപ്പോയി എന്ന് എല്ലാവരുടെയും എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നത് ഇങ്ങനെയാ. Everybody's eyes will fall out of their heads when they see her. അവളെ കാണുമ്പോൾ എല്ലാവരുടെയും കണ്ണ് പുറത്ത് ചാടുമെന്ന്. അപ്പൊ കണ്ണ് തള്ളിപ്പോകുമെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഇംഗ്ലീഷുകാർക്കും ഉണ്ട്. തിരക്കും ബഹളമൊക്കെ ആയിരുന്നു, നമ്മൾ ആകെ ടയർഡായി. അപ്പൊ നമ്മൾ പറയില്ലേ, ഞാൻ ഇനി ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് എൻ്റെ ബാറ്ററി ചാർജ് ചെയ്യട്ടെ എന്ന് നമ്മൾ പറയും അല്ലേ. അതൊരു ഇഡിയമാണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, ഒന്ന് എനർജിയൊക്കെ കിട്ടട്ടെ, എനിക്ക് ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ. അപ്പോൾ അതിന് ഇംഗ്ലീഷുകാർ പറയുന്നത് എന്തറിയോ, റിപ്ലനിഷ് ദ വെൽ എന്ന് വെച്ചാൽ കിണറ്റിൽ വീണ്ടും വെള്ളം ഉണ്ടാകുക എന്നാണ് അർത്ഥം. അതായത് വീണ്ടും ഇങ്ങനെ ഉറവ പൊട്ടി കിണറ്റിൽ വെള്ളം നിറയില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ, വെള്ളം വറ്റി കഴിഞ്ഞാൽ വീണ്ടും അത് നിറഞ്ഞു വരും. ലെറ്റ് മീ റിപ്ലനിഷ് ദ വെൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പോയി കിണർ നിറയ്ക്കട്ടെ എന്നല്ല, നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് എനർജിയൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. നേരത്തെ സംഭവിച്ചത് കുഴപ്പമില്ല, ഞാൻ അതിന് മാപ്പ് തരാമെന്നാണ് വിചാരിക്കുന്നത്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോർഗിവ് യു ഫോർ ഏർലിയർ. നമ്മൾ പെട്ടെന്നൊരു റൂമിൽ കയറി ചെന്നപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ടിന്റെ ബാഗും ഒക്കെ വേറൊരാൾ വന്ന് പരിശോധിക്കുന്നു. യു ആർ സ്നൂപ്പിംഗ് ത്രൂ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ബിലോങ്ങിങ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സാധനങ്ങളെല്ലാം നീ സീക്രട്ട് ആയിട്ട് പരിശോധിക്കുകയാണ് കേട്ടോ. അവന്റെ അഴിമതി കാരണം അവനെതിരെ കേസ് എടുത്തു. ഹി സൂഡ് ഫോർ മാൽ പ്രാക്ടീസ്. സൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ആക്ഷൻ എടുക്കുക എന്നാണ് അർത്ഥം. മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അഴിമതി. ഇപ്പൊ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരാരെങ്കിലും വന്ന് ചോദിക്കും, എന്താ? ഒന്നുമില്ല, എൻ്റെ വായനയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക എന്ന് പറയില്ലേ, കുറച്ച് സമയമൊക്കെ കണ്ടെത്തി നമ്മൾ വായിക്കാൻ പോവുക. ജസ്റ്റ് കാച്ചിങ് അപ്പ് ഓൺ സം റീഡിങ്. കല്യാണവും ബഹളമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എല്ലാവരും പറയില്ലേ, ആ പഴയ ഒരു നോർമൽ ഇതിലേക്ക്, ആ പഴയ താളത്തിലേക്ക് ഒന്ന് എത്തട്ടെ. അപ്പൊ അതിന് ഇംഗ്ലീഷുകാരെന്താ പറയുന്നറിയോ? ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഇൻ ടു ദ സ്വിങ് ഓഫ് തിങ്സ്. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാല്, സ്വിങ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ഒരു ഫ്ലോ. ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ആടുകയല്ലേ, ഒരു പ്രത്യേക റുട്ടീനിൽ നമ്മുടെ ലൈഫ് പോവുകയല്ലേ. അപ്പോൾ ആ ഒരു ഊഞ്ഞാല് പോലെയുള്ള നമ്മുടെ ഒരു പഴയ ലൈഫിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം. പോവില്ലേ, ഞങ്ങൾ ഇപ്പം തീരും. വി ആർ ജസ്റ്റ് അബൌട്ട് ഡൺ. ചിലരുടെ ചെലവാക്കൽ കണ്ടാലേ നമ്മൾ പറയില്ലേ, ഇത് എങ്ങും ഇല്ലാത്ത ചെലവാക്കലാണല്ലോ പൈസ, എങ്ങും കണ്ടിട്ടില്ലാത്ത
പൈസ ചെലവാക്കലാണ് അവര് എന്ന് നമ്മൾ പറയില്ലേ. ജസ്റ്റ് സീ ദെയർ ഔട്ട്ലാൻഡിഷ് സ്പെൻഡിങ്. നോക്കൂ, അൺയൂഷ്വൽ ആയിട്ടുള്ള ആ പൈസ ചെലവാക്കൽ. ആ പയ്യനെ കുറിച്ചുള്ള എല്ലാ വിവരവും എനിക്ക് തരണം. ഗിവ് മീ എ റൺ ഡൗൺ ഓൺ ദാറ്റ് ഗായ്. റൺ ഡൗൺ. ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കഴിക്കാൻ സ്നാക്സോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ പറയില്ലേ, ജസ്റ്റ് ഇൻ കേസ്, ചിലപ്പോൾ എങ്ങാനും വേണ്ടി വന്നാലോ. ജസ്റ്റ് ഇൻ കേസ് ഹി ഷോസ് അപ്പ്. ഇവിടെ എന്താ? ഷോസ് അപ്പ്, അറൈവ്. എങ്ങാനും അയാൾ വന്നാലോ. വാ, നമുക്ക് കിടക്കാൻ സമയമായി കേട്ടോ. ഇറ്റ്സ് ടൈം ഫോർ യു ആൻഡ് മീ ടു ഹിറ്റ് ദ ഹേ. ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ വൈക്കോലിൻ്റെ ഒക്കെ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് പണിയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ പോയി കിടന്നങ്ങ് ഉറങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ശൈലിയാണ് ഹിറ്റ് ദ ഹേ. അതുപോലെ ഇങ്ങനെയും പറയും, ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ ഈ ചാക്കുകെട്ടുകളുടെ മുകളിൽ പണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ പോയി കിടന്നുറങ്ങും. അങ്ങനെയാണ് ഹിറ്റ് ദ സാക്ക് എന്നുള്ള ആ ഒരു ഇഡിയം ഉണ്ടായത്. കമോൺ, ലെറ്റ്സ് ഹിറ്റ് ദ സാക്ക് എന്ന് പറഞ്ഞാൽ പോയി ഉറങ്ങാമെന്ന്. എന്നെക്കാൾ പരമ കഷ്ടമാണ് അവൻ്റെ കാര്യം. വേ വേഴ്സ് ദാൻ ഐ ആം. നമ്മൾ പറയില്ലേ, കറണ്ടേ ഇല്ല, ഓൾ ദ പവർ ഇസ് ഔട്ട്. ഇപ്പൊ കാട്ടുമൃഗങ്ങളുടെ ഒക്കെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വേലിയിലൊക്കെ ഇലക്ട്രിക് ഇത് കൊടുക്കില്ലേ. അപ്പൊ എന്താ പറയാ, ദ ഫെൻസ് ഇസ് ഇലക്ട്രിക്. ഇപ്പൊ ഒരാൾക്ക് ഷോക്ക് അടിച്ചു, അപ്പൊ നമ്മൾ എന്ത് പറയും? ഹി വാസ് ഇലക്ട്രിക്യൂട്ടഡ്. ഒറ്റ ഫോണും കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയില്ലേ. അതിൻ്റെ അർത്ഥം ഒറ്റ ഫോണും കിട്ടുന്നില്ല എന്നല്ല, എന്താണ്, ഒരു ലൈനും ഇല്ലെന്നാണ്. ഓൾ ദ ഫോൺ ലൈൻസ് ആർ ഡൗൺ. ചില സമയത്ത് നമ്മൾ പറയില്ലേ, കറണ്ട് കമ്പിയൊക്കെ അവിടെ പൊട്ടി വീണ് കിടപ്പുണ്ട്, മഴയൊക്കെ കഴിഞ്ഞു, സൂക്ഷിച്ച് നടക്കണം. യു പ്ലീസ് വാച്ച് യുവർ സ്റ്റെപ്സ്, ലൈവ് പവർ ലൈൻസ് ഡൗൺ ദെയർ. വാച്ച് യുവർ സ്റ്റെപ്പ്. കാലൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കണം, നടക്കുമ്പോൾ നോക്കി നടക്കണമെന്ന്. നീ ആളെ കൊള്ളാലോ, നീ എൻ്റെ അഭിപ്രായം മാറ്റിച്ചല്ലോ നീ. യു ഹാവ് ഫ്ലിപ്പ് മീ. ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ തല കീഴാക്കി, എൻ്റെ എന്ന് വെച്ചാൽ ടോട്ടലി എൻ്റെ അഭിപ്രായമേ മാറ്റി. അത്രയ്ക്ക് വാചകം ഒഴിച്ച് നമ്മളെ അങ്ങ് സർപ്രൈസ് ചെയ്ത് നമ്മുടെ അഭിപ്രായം മാറ്റുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് യു ഹാവ് ഫ്ലിപ്പ് മീ. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ടെൻഷനൊക്കെ പോയി, മനസ്സൊക്കെ റിലാക്സ്ഡ് ആയി എന്ന് നമ്മൾ പറയില്ലേ. ഇറ്റ്സ് കഥാർട്ടിക് വാച്ചിങ് ദാറ്റ് മൂവി. കഥാർസിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ടെൻഷൻസും ഇമോഷൻസും എല്ലാം നമ്മളിങ്ങനെ പുറത്തേക്ക് കളയുക, അത് പ്യൂരിഫൈ ചെയ്യുക, നമ്മുടെ മനസ്സ് നല്ല ക്ലിയർ ആകുക. നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ പോയി ആ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ 100 ഫിലിമി ഡയലോഗ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അത് അറിയിക്കാം. ഇത് കേട്ടിട്ട് നിങ്ങൾ കളയരുത്. ഇപ്പോൾ ചിലപ്പോൾ പറയില്ലേ, ഞാനൊന്ന് കേട്ട് കളയാം, അതൊരു ഇഡിയമാണ്, കേട്ട് കളയുക. ചുമ്മാ കേട്ടിട്ട് അങ്ങ് കളയും. പക്ഷെ ഇത് കേട്ട് കളയരുത്. ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതങ്ങ് എടുക്കണം. ഈ സെൻറ്റൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത്, ഈ സിറ്റുവേഷൻസ് എല്ലാം ആലോചിച്ച് ഇതിങ്ങനെ പറഞ്ഞ് 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 പ്രാക്ടീസ് ചെയ്ത് ലൈഫിൽ അത് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ കണ്ടാലും നമുക്ക് തന്നെ തോന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ്, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. So see you in the next video. Until then, you take care. Sadgurve Sharanam.